ശ്രീമദ് ഭാഗവതം സ്കന്ധം 5 അധ്യായം 10 അഥ ദശമോധ്യായഃ. ശ്രീശുക ഉവാച. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. അത സിന്ധു സൗവീരപദേ രഘുഗുണസ്യ വ്രജത ഇക്ഷുമത്യതടേ തത്കുലപതിന ശിബികാവാഗപുരുഷാന്വേഷണ സമയേ ദൈവേനോപസാദിതഃ സതിജവര ഉപലബ്ധയേഷ പീവായുവ സംഹനാനം ഗോകര വദ്ധൂരം വോടുമലമിതി പൂർവവൃഷ്ടിഗൃഹീതൈഃ സഹ ഗൃഹീതഃ പ്രസവമദദർഘ ഉവാഹ ശിബികാം സമഹാനുഭാവഃ. യഥാ കേദിജവരസ്യേഷു മാത്രാവലോകാനുഗതേർന സമാഹിത പുരുഷഗതിസ്തദാ വിഷമഗതാം സശിബികാം രഘുഗണ ഉപധാര്യ പുരുഷാനദിവഹത ആഹേ വോടാരക സ്വാദതിക്രമത കിമിതി വിഷമ മുഹ്യതേ യാനമിതി അതദ ഈശ്വരവചഃ സോപാലംബമുപാകർണ്യോ വായതുരീയാചങ്കിതമനസസ്തം വിജ്ഞാപയാം ബഭൂവുഃ. ന വയം നരദേവ പ്രമത്ത ഭവന്നിയമാനുപതാഃ സ്വാദേവ വഹാമഹ അയമധുനൈവ നിയുക്തോ അഭിനദ്രുതം വ്രജദിനാനേന സഹ വോടുമുഖ ഭയം പാരയാമയിതി സാംസർഗികോ ദോഷ ഏവ നൂനമേകസ്യാപി സർവേഷാം സാംസർഗികാണാം ഭവിതുമർഹതീതി നിശ്ചിത്ത നിശമ്യ കൃപണവജോ രാജാ രഘുഗുണ ഉപാസിത വൃദ്ധോ അഭിനിസർഗേണ ബാലാത്കൃത ഈഷദുത്തിതമന്യുരവിസ്ഫുട ബ്രഹ്മതേജസം ജാതവേദസമിവ രജസാ ആവൃത മതിരാഹ അഹോ കഷ്ടം ബാദർവ്യക്തമുരു പരിശ്രാന്തോ ദീർഘമധ്വാനമേഘം യേവഹോഹിവാൻ സുചിരം നാതിപീവാന സംഹനനാം ഗോർജരസ ക്ഷോഭദ്രുതോ ഭവാൻ സഖേ നോ യേവാപരായേതേ സങ്കിട്ടിനായതേ ബഹുവിപ്രലബ്ധോ അപ്യവിദ്യയാ രചിത ദ്രവ്യഗുണകർമാശയ സ്വജര മകളെ ഭരേ വസ്തുനി അവസ്തുനി സംസ്ഥാന വിശേഷേ അഹം മമത്യേനദ്യാരോപിത മിഥ്യാ പ്രത്യയോ ബ്രഹ്മബോധസ്തൂഷ്ണീം ശിബികാം പൂർവവദുഭാഹ. അത പുനഃ സ്വശിബികായാം വിഷമഗതായാം പ്രകുപിത ഉവാച രഘുഗണഃ കിമിദംഹരേ ത്വം ജീവന്മൃതോ മാം കദർത്തീകൃത്യ ഭർത്യ ശാസനമധിചരസി പ്രമത്തസ്യ ച തേ കരോമി ചികിത്സാം ദണ്ഡപാണിരിവ ജനതായ യഥാ പ്രകൃതിം സ്വാം ഭജിഷ്യസായിതി ഏവം ബഹുബദ്ധമഭിഭാഷമാണം നരദേവാഭിമാനം രജസാ തമസാനുവിദ്യേന മദേന തിരസ്കൃതാ ശേഷ ഭഗവത് പ്രിയനികേതം പണ്ഡിതമാനിനം സ ഭഗവാൻ ബ്രാഹ്മണോ ബ്രഹ്മബോധഃ സർവബോധ സുഹൃദാത്മാ യോഗേശ്വരചര്യായാം നാദിവ്യുത്പന്നമതേം സ്മയമാന ഇവ വിഗതസ്മയ ഇദാമാഹ. ബ്രാഹ്മണ ഉവാച. തയോദിദം വ്യക്തമവിപ്രലബ്ധം ഭർത്തുഃ സമേത്യാദിതി വീരഭാരക ഗന്ധുര്യതേ സ്വാദധിഗമ്യമദ്വാപി വേദിരാശോ ന വിദാം പ്രവാദക സൗല്യം കാർശ്യം വ്യാദയ ആദയ ചക്ഷുദ്ഭയം കലരി ചരാജ നിദ്രാരതിർമന്യുരകം മദക ശോജോ ദേഹേന ജാതസ്യ ഹിമേന സന്ധി ജീവന്മൃതദത്വം ജീവന്മൃതദത്വം
നിയമേന രാജൻ ആദ്യന്തവദ്യധികൃതസ്യ ദൃഷ്ടം സ്വസാമ്യഭാവോ ധ്രുവ ഈഡ്യയത്ര തർഹ്യുച്യുതേ അസൗ പ്രതികൃത്യ യോഗഃ വിശേഷബുദ്ധിർവിവരം മനാച്ച പശ്യാമയന്ന വ്യവഹാരതോ അന്യത് കായീശ്വരസ്തത്ര കിമീശതവ്യം തഥാ വിരാജൻ കരവാമ കിം തേ ഉന്മത്തജഡ വത്സംസ്ഥാം ഗതസ്യ മേ വീരചികർഷിതേന അർത്ഥഃ കിയാൻ ഭവതാ ശിക്ഷിതേന ശബ്ദപ്രമത്തസ്യ ച പിഷ്ടപേക്ഷഃ ശ്രീശുകോവാച ഏതാവദനുവാദപരിഭാഷയാ പ്രത്യുദീര്യ മുനിവര ഉപശമശീല ഉപരതാന്യാത്മനിമിത്ത ഉപഭോഗേന കർമാരബ്ധം വ്യവനയൻ രാജയാനമവിതതോ വാഹ स चापि पाण्डवेय सिन्धु सौवीरपदेस्तत्त्व जिज्ञासाया सम्यक् श्रद्धयाति कृताधिकारस्त धृदय ग्रन्थिमोचनं द्विजवज आश्रित्य बहुयोगग्रन्थसम्मतं त्वरया वरुह्य शिरसा पादमूलमुपसृतः क्षमाभयन् दिगद नृपदेवस्मय उवाच कस्तं निगूढश्चरसि द्विजानां बिभर्षि सूत्रं कथमो अवधूतः कस्यासि कुत्रत्य इहापि कस्मात् क्षेमाय न चेदसि नोद शुक्लः नाहं विशङ्के सुरराजवज्र न त्रक्ष्य शूलानयमस्य दण्डात् नाग्न्यर्क सोमानिल वित्तपास्त्र चङ्गे भृशं ब्रह्मकुलावमानात् तद्बृह्य सङ्गो जडवन्निगूढा विज्ञानबीजो विजरस्य पारक वजांसि योगग्रदितानि साधो ननघक्षमन्दे मनसाभिवेतुम् अहं च योगेश्वर आत्मतत्त्वा वेदामुनीनां परमं गुरुं वै प्रष्टं प्रवर्तक किमि कारणं तद् साक्षादरिं ज्ञानकलावतीर्णं स वैभवां लोकनिरीक्षणार्थमव्यक्तलिङ्गो विचरत्यपि सिद् योगेश्वराणां गति मन्दबुद्धिः कथं व्यजिक्षेद गृहानुबन्धः दृष्टः श्रमः कर्मद आत्मनो वै भर्तुर्गन्धुर्भवद चानुमन्ये यदा आसदोदान यनाद्यभावाद् समूलयिष्टो व्यवहारमार्गः ताल्यग्निदावाद् पयसो अभिदाप तण्डुल गर्भरन्धिः देहेन्द्रिया स्वाशय सन्निकर्षात् तत्संस्कृतिः पुरुषस्यानुरोधात् शास्त्राभिगोप्ता नृपतिः प्रजानां यः किङ्करो वै न विनष्टिपिष्टं स्वधर्ममाराधनमच्युतस्य यदीह मानो विजहात्य गौगम् तन्मे भव नरदेवाभिमानमदेन त्वच्चीकृतसत्त्वमस्य कृषिष्टमैत्रीदृशमार्तबन्धो यथा तरे सदवद्यानमंहः न विक्रियाभिच सुहृत्सुखस्य सामेन विदाभिमदेस्तवाभि महद्दिमानाद् स्वकृतादि कृतान्ति मातृ नक्षत्य दुरादपि शूलपाणिः श्रीहरये नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां पञ्चमस्कन्धे 10मोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द।